ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസിൻ്റെ സീരീസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ് നമ്മൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. എൻട്രി സെറ്റപ്പും മറ്റ് കാര്യങ്ങളൊക്കെ അതിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഓർഡർ ഫ്ലോ ഉണ്ട്, അതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെയാണ് ഓർഡർ ബ്ലോക്കിൽ എത്തി എൻട്രി എടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവരുടെ തീർച്ചയായും കാണും. SMC എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഡെമോ അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ XNSൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് അതിൽ ഒരു ഡെമോ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഡെമോ അക്കൗണ്ട് ട്രേഡ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം റിയൽ മണി ഇട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, പല ആളുകളും ഇപ്പോൾ SMC സ്മാർട്ട് മണി കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പലർക്കും ഓർഡർ ബ്ലോക്കൊന്നും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഗ്രൂപ്പിലൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്റർ പരിചയപ്പെടുത്തുകയാണ്. ആ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എല്ലാം പക്ക ഷുവർ ആണെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് വരുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ എവിടെയാണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എവിടെയാണ്, അതുപോലെ തന്നെ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എവിടെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അതിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ വെബ് ഫോർമാറ്റ് എടുക്കേണ്ടി വരും. മൊബൈലിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാൻ പറ്റില്ല. ആദ്യം വെബ് ഫോർമാറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത ശേഷം സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൊബൈൽ വഴി അത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ടാബ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് സ്മാർട്ട് മണി സ്മാർട്ട് എന്ന് അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് വരും. അതിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഒരുപാട് സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കാണാം. അതിൽ ഏറ്റവും മികച്ചതായിട്ട് ഏകദേശം 66.5K ഫോളോവേഴ്സ്, ലൈക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ലെക്സ് ആൽഗോ എന്ന് പറയുന്നുള്ള ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ആ ഇൻഡിക്കേറ്റർ എടുക്കുക. ആ ഇൻഡിക്കേറ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് പ്ലോട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, പിന്നെ വരുന്നത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇത് 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമും ആണോ ആ ടൈം ഫ്രെയിമിലുള്ള ഓർഡർ ബ്ലോക്കുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കുകൾ കാണാൻ പറ്റും. ഓക്കെ, അടുത്ത 15 മിനിറ്റിൻ്റെ ഓർഡർ ബ്ലോക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിയറിഷ് ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്. 5 മിനിറ്റിലേക്കാണ് ഈ 5 മിനിറ്റിൻ്റെ ഓർഡർ ബ്ലോക്ക് എന്നാണിത് മുകളിലേക്ക് പോകുന്നത് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കിട്ടും. അതുപോലെ തന്നെ ഇതിൽ ജസ്റ്റ് സെറ്റിങ്സിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാൽ, ജസ്റ്റ് സെറ്റിങ്സിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇവിടെ സ്വിംഗ് പോയിന്റുകൾ കാണാൻ പറ്റും. അതുപോലെ ഇൻറ്റേർണൽ ഓർഡർ ബ്ലോക്ക് ഒഴിവാക്കണമെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കുകൾ പോകുന്നതാണ്, വെറും മെയിൻ ഓർഡർ ബ്ലോക്ക് മാത്രമായിരിക്കും കാണിക്കുക. അതുപോലെ തന്നെ പിന്നെ സ്വിംഗ് ഓർഡർ ബ്ലോക്കുകൾ കാണുന്നുണ്ടെങ്കിൽ കാണിക്കും, അത് നിങ്ങൾക്ക് ഇവിടെ ടിക്ക് കൊടുക്കാം. പിന്നെ വരുന്നത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, പിന്നെ ഈക്വൽ ഹൈസ്, പിന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഏറ്റവും ഫെയർ വാല്യൂ ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബെയറിഷ് മാർക്കറ്റിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെഡും, അതുപോലെ തന്നെ ബുള്ളിഷ് ആണെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു 50 മിനിറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഗ്രീൻ കണ്ടില്ലേ, അവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. പിന്നെ ബിയറിഷ് ആണെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇവിടെ ഓർഡർ ഫ്ലോ 15 മിനിറ്റുണ്ട്. 1 അവറിലേക്കാണെങ്കിൽ 1 അവറിൻ്റെ ഓർഡർ ഫ്ലോ നമുക്ക് കാണാൻ പറ്റും, ഓർഡർ ഫ്ലോ കാണാൻ പറ്റും, അതുപോലെ ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റും. പിന്നെ വരികയാണെങ്കിൽ ഇതിലേക്ക് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ബെനിഫിറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഹൈ ആൻഡ് ലോ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്ത് തരും. PDH PDL വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, ലെവൽ തന്നെയാണ് PDH PDL. അപ്പോൾ PDH എന്നും PDL എന്നൊക്കെ സ്വീപ്പ് ചെയ്ത ശേഷമൊക്കെ എൻട്രി എടുക്കുന്ന പല ട്രേഡിംഗ് കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് വെച്ച് ഉപയോഗിക്കാം. അതുപോലെ വീക്കിലി ആയി വീക്കിലി ലോ, മന്ത്ലി ആയി മന്ത്ലി ലോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ ഡിസ്കൗണ്ട് പ്രീമിയം സോണുകൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വരണമെന്നുണ്ടെങ്കിൽ പ്രീമിയം ഡിസ്കൗണ്ട് സോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീമിയം സോണിലാണോ ഡിസ്കൗണ്ട് സോണിലാണോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിം അനുസരിച്ച് പ്രീമിയം ഡിസ്കൗണ്ട് സോൺ കാണിക്കുന്നതാണ്. പ്രീമിയം ഡിസ്കൗണ്ട് സോൺ പറഞ്ഞാൽ നമുക്ക് പ്രീമിയം സോണിൽ സെല്ലിങ് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുക, ഡിസ്കൗണ്ട് സോണിൽ നമ്മൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട്, അത് ഷുവറായിട്ട് എല്ലാം നിങ്ങൾ എടുക്കണമെന്നില്ല, നിങ്ങൾക്കൊരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒക്കെ നിങ്ങൾ സ്വന്തം അനാലിസിസിൽ നോക്കുക. അതിൽ നിങ്ങൾ ഈ ഇൻഡിക്കേറ്ററും കൂടി പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിം ഏതാ, 1 മിനിറ്റ് ടൈം ഫ്രെയിമൊക്കെ ആണെങ്കിൽ 1 മിനിറ്റിലും അത് എല്ലാ ടൈം ഫ്രെയിമിലും നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ, അതുപോലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ,
പിന്നെ ഇക്വലിബ്രിയം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കും. ഈക്വൽ ഹൈസ് ആൻഡ് ലോസ്, ലിക്വിഡിറ്റി പൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ലെക്സാൽഗോൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്ററിൽ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ഏത് ചാർട്ടാണ്, ഇപ്പോൾ ഗോൾഡിൻ്റെ ചാർട്ടാണെങ്കിൽ ഗോൾഡ്, ബി ടി സി ആണെങ്കിൽ ബി ടി സി, എതേറിയം ഏത് ചാർട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, XAUSD ആണെങ്കിൽ ഗോൾഡിൻ്റെ നിങ്ങൾക്ക് ടൈം ഫ്രെയിം വെച്ച് ഏത് ടൈം ഫ്രെയിമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ടൈം ഫ്രെയിം വെച്ച് നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും. ഓക്കെ, ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഫോറക്സ് ട്രേഡിങ്ങുമായി നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ താഴെ ആ ഒരു അക്കൗണ്ട് ലിങ്ക് വഴി അക്കൗണ്ട് തുടങ്ങുക, ട്രേഡ് ചെയ്ത് നോക്കുക ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.